എറണാകുളം ജില്ലയെ ഞെട്ടിച്ച് കോതമംഗലം ഊന്നുകല്ലിലുള്ള ആളൊഴിഞ്ഞ ഒരു വീടിന്റെ മാലിന്യ ടാങ്കിൽ നിന്നും സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം വലിയ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമായിരിക്കാം ഇതിന് പിന്നിലെന്ന സംശയം ബലപ്പെടുത്തുന്ന നിരവധി സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സംഭവം നടന്ന ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് സംഘവും തുടർന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് SP ഹേമലതയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ മാസം 22-ന് ഉച്ചയോടുകൂടിയാണ് ഈ ദാരുണ സംഭവം പുറംലോകം അറിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതായി സമീപവാസികൾക്ക് തോന്നിയിരുന്നു. ആദ്യം അത് അവഗണിക്കപ്പെട്ടെങ്കിലും ദുർഗന്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചതോടെയാണ് അവർക്ക് സംശയം തോന്നിയത്. തുടർന്ന് വീടിന്റെ ഉടമസ്ഥനെ വിളിച്ചറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സ്ഥലത്തെത്തുകയുമായിരുന്നു. പരിശോധനയിൽ വീടിന് പിൻഭാഗത്തെ വർക്ക് ഏരിയയുടെ ഗ്രിൽ തകർന്ന നിലയിൽ കണ്ടെത്തി. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം നടന്നിരിക്കാമെന്ന സൂചന നൽകി. പോലീസുകാർ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ദുർഗന്ധത്തിന്റെ ഉറവിടം സെപ്റ്റിക് ടാങ്ക് ആണെന്ന് തിരിച്ചറിഞ്ഞത്. ടാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ഏകദേശം 60 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന് ഏകദേശം 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി അനുമാനിക്കുന്നത്. മൃതദേഹം വളരെ ദ്രവിച്ച നിലയിലായിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചറിയൽ നടപടികൾക്കായി ബന്ധുക്കളെയോ മറ്റോ കണ്ടെത്താൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സൂപ്രണ്ട് ഹേമലത ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ മരണകാരണവും മരിച്ചയാളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങളും വ്യക്തമാകൂ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റാനുള്ള നടപടികൾക്ക് പോലീസ് ഊന്നൽ നൽകിയിരുന്നു. ഇതൊരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. ഈ സംഭവം നടന്ന വീട് ഒരു വൈദികന്റേതാണെന്നും കുറച്ചു കാലമായി അവിടെ ആരും താമസിച്ചിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. വീടിന്റെ ഉടമസ്ഥൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. ആളൊഴിഞ്ഞ വീടുകൾ കുറ്റകൃത്യങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകാനുള്ള സാധ്യതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ദുരൂഹമായ ഈ സാഹചര്യം ഈ കേസിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. വീടിന്റെ ഗ്രിൽ തകർത്ത് അകത്തു കയറി എന്തിനാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഇട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു മിസ്സിംഗ് കേസ് കൂടി അന്വേഷിക്കുന്നുണ്ട്. കോതമംഗലത്തെ കുറുപ്പുംപടിയിൽ നിന്ന് ഏകദേശം 60 വയസ്സുള്ള ഒരു സ്ത്രീയെ കാണാതായതായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മൃതദേഹത്തിന് ആ സ്ത്രീയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. കാണാതായ സ്ത്രീയുടെ പേരും മറ്റു വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ കേസും ഊന്നുകല്ലിലെ സംഭവം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ഡോഗ് സ്ക്വാഡിന്റെയും വിരലടയാള വിദഗ്ധരെയും ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് സംഭവ സ്ഥലത്ത് നിന്ന് ചില പ്രധാന വിവരങ്ങൾ ശേഖരിച്ചതായി സൂചനയുണ്ട്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ സംഭവം സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആളൊഴിഞ്ഞ വീടുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വേദിയാകുന്നത് സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പോലീസ് എത്രയും വേഗം ഈ കേസ് തെളിയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. സംഭവ സ്ഥലത്ത് പോലീസ് ഇപ്പോഴും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ പരിശോധനകൾക്കും ഫോറൻസിക് റിപ്പോർട്ടുകൾക്കുമായാണ് പോലീസ് കാത്തിരിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ DNA ടെസ്റ്റ് പോലുള്ള ശാസ്ത്രീയ രീതികൾ അവലംബിച്ചേക്കാം. സംഭവത്തിന് ചുരുളഴിക്കാൻ വിശദമായ അന്വേഷണം ആവശ്യമായി വരും. ഇത് ഒരു സാധാരണ മരണമാണോ അതോ ആസൂത്രിതമായ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ പോലീസിന്റെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും പുതിയ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും പൊതുജനങ്ങളും വലിയ താല്പര്യത്തോടെ ഈ വിഷയത്തെ പിന്തുടരുന്നുണ്ട്.